സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് വടകരയിലുണ്ടായിരുന്ന കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്ന് കേരള NGO യൂണിയൻ വടകര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വടകര ഏരിയ NGO യൂണിയന്റെ 62ാം വാർഷികാഘോഷം വടകര മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിവിധ പരിപാടികളോടെ നടന്നു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MK വസന്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവിലയുടെ വർധനവാണ് വിലക്കയറ്റത്തിന് ഇത്തരത്തിലേക്ക് വലിയ രൂപത്തിലേക്ക് വിലക്കയറ്റം രൂക്ഷമാകുന്നതിനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ രാജ്യാന്തര വിപണിയിൽ ഇന്ധനവില ആഭ്യന്തര വിപണിയിലൊക്കെ തന്നെ ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് വിലക്കുറവിൻ്റെ നേട്ടം ജനങ്ങൾക്ക് കൈമാറാതെ അത് റിലയൻസ് ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ യുദ്ധമൊക്കെ നടന്നിട്ടുള്ള സാഹചര്യം. ആ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ശേഖരിക്കുകയും ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തിച്ച് ശുദ്ധീകരിച്ച് യൂറോപ്പിലൊക്കെ തന്നെ കൊണ്ടുപോയി വലിയ ലാഭത്തിൽ വിൽക്കുമ്പോഴും അതിൻ്റെ ഒന്നും തന്നെ നേട്ടം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ നേട്ടം കൊയ്യുന്നത് റിലയൻസ്, നയാര പോലെയുള്ള കമ്പനികൾ. വലിയ നേട്ടം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കോർപ്പറേറ്റുകൾക്കാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലേക്ക് നേട്ടം കൊയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഏരിയ സെക്രട്ടറി വിജിത്ത് VK സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് അനീഷ് TV പതാക ഉയർത്തി. വിജിത്ത് VK പ്രവർത്തന റിപ്പോർട്ടും ഷീന KV വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സമ്മേളനം ഷീന KPA പ്രസിഡന്റായും മനോജൻ MK, ജസീന TV എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, വിജിത്ത് VK സെക്രട്ടറിയായും, നിജിത്ത് KM, വിമൽദാസ് PK എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, അനീഷ് TVയെ ട്രഷററായും, സെറീന PPയെ വനിതാ സബ് കമ്മിറ്റി കൺവീനറായും തെരഞ്ഞെടുത്തു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ യോജിച്ച പോരാട്ടത്തിൽ അണിചേരുന്നതിനും ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതിനും താലൂക്ക് ഓഫീസ്, സബ് ട്രഷറി, രജിസ്ട്രാർ ഓഫീസ്, RDO ഓഫീസ് എന്നിവയ്ക്ക് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നതിനും സമ്മേളനം ആഹ്വാനം ചെയ്തു.